ഞാൻ ആതിര. എല്ലാവർക്കും ബ്യൂട്ടി വിങ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഏകദേശം ഒരു കുറച്ച് നാൾക്ക് ശേഷം, ഒരു 2 വീക്സ് 3 വീക്സിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. സോ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിന് വെൽക്കം ടു അവർ ചാനൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ആൻഡ് ഒരു ബിഗ് ഹായ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം, കുറേ നാളായി ഫേഷ്യൽ ചെയ്തിട്ട്, ഒരു നാച്ചുറലായിട്ടൊരു ഫേഷ്യൽ ചെയ്തിട്ട് കുറച്ച് നാളായി. എൻ്റെ ഫേസ് നല്ല പിഗ്മെൻറ്റഡ് ആണ്, ഡാർക്ക് സർക്കിൾസ് ഒക്കെ എല്ലാം വന്നു. അപ്പോഴത്തേക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ടാണ്, ഒരു ഫേഷ്യലിനെ കുറിച്ചിട്ടാണ്. അതിന് മുന്നായിട്ട് ഞാൻ ആ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താം. ഇത് വന്യ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ എന്താ കാണുമ്പോൾ ഇത്രയും എഫക്റ്റ് തരും എന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പ്രോഡക്റ്റ് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, എനിക്കിഷ്ടമായതുകൊണ്ട് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ഫേസ് ആദ്യം സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് വന്യയുടെ പ്രോഡക്റ്റ്സ് കേട്ടോ. ഇത് ലക്ഷറി, ഹെർബൽ ലക്ഷറി വന്യ പൊമഗ്രാനൈറ്റ് ഫേസ് സ്ക്രബാണ്. അതായത് നമ്മുടെ മാതളത്തിൻ്റെ ഫേസ് സ്ക്രബാണ്. ഇതിപ്പോൾ 30 grams ആണ്. 30 grams-ന് 695 rupees-ആണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ധൈര്യമായിട്ട് മേടിക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഈ ഡ്രൈ സ്കിന്നുകാർക്ക്, ഓയിലി സ്കിന്നുകാർക്ക്, നോർമൽ സ്കിന്നുകാർക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ. ഈ ഡ്രൈ സ്കിന്നുകാർ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇത് ചിലപ്പോൾ ഇങ്ങനെ ഹാഷ്, ഇതിൻ്റെ ഗ്രാനുവൽസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കുഞ്ഞു ഹാഷായിട്ടുള്ള ഗ്രാനുവൽസ് ആണ്. അത് നന്നായിട്ട് സ്ക്രബ് ചെയ്യും കേട്ടോ. ഈ ഓയിലി ഫേസുകാർക്ക് ബെസ്റ്റാണിത്. അപ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർ ഇത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഹണിയോ അങ്ങനെ അല്ലെങ്കിൽ അലോവേറോ ജെല്ലോ അങ്ങനെ എന്തെങ്കിലും കൂടെ കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം സ്ക്രബ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് സ്ക്രബും മീൻസ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് അത്രയ്ക്ക് ഹാഷ് അല്ലാത്ത രീതിയിൽ നിങ്ങൾ ഒരു പ്രശ്നവും വരില്ല. സോ ഡ്രൈ സ്കിന്നുകാർ അതൊന്ന് ശ്രദ്ധിക്കുക. നോർമൽ സ്കിന്നുകാരും ഓയിലി സ്കിന്നുകാരും ഇത് ഡെഫിനറ്റായിട്ട് ഒറ്റ പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. ഇതിൻ്റെ അകത്ത് ഇത് 30 gram പ്രോഡക്റ്റാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് നാച്ചുറലാണെന്ന് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞല്ലേ, ഭയങ്കര നാച്ചുറലാണ്. ഇത് ഒറിജിനൽ പൊമഗ്രാനൈറ്റ് പോലെയാണ് കേട്ടോ. ഉണ്ടോ, നമ്മുടെ മാതളം പൊടിച്ചത് മീൻസ് അരച്ചില്ലേ, അതുപോലത്തെ സംഭവമാണ്. അപ്പോൾ ഏത് ഫേഷ്യൽ ചെയ്യണതിന് മുന്നേയും ഏത് സ്ക്രബ് ചെയ്യണതിന് മുന്നേയും നിങ്ങൾ ഫേസ് നന്നായിട്ടൊന്ന് വെറ്റാക്കുക. ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുണ്ടോ, ഇങ്ങനെയാണ് പ്രോഡക്റ്റ്. ഇതിന് ഭയങ്കര കുഞ്ഞു ഗ്രാനുവൽസ് ആണ്. നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യണത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. മീൻസ് ഫസ്റ്റ് യൂസിൽ തന്നെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മാറണം. കാരണം അത്രയും കുഞ്ഞു ഗ്രാനുവൽസ് ആണ്. പക്ഷെ ഭയങ്കര ഹാഷും അല്ല, അങ്ങനത്തെ ഒരു ഗ്രാനുവൽസ് ആണ്. അപ്പോൾ പക്ഷെ ഡ്രൈ സ്കിന്നുകാർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കി പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫേസിൽ കുറച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനി ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കാം. നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യണമെങ്കിൽ ഫേസ് വാഷ് ചെയ്യാൻ ചെയ്യാം. ഞാനിപ്പോൾ ഒരു വെറ്റ് ക്ലോത്ത് വെച്ച് തുടച്ചെടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഭയങ്കരമായിട്ടും ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫേസ് ഒന്ന് ആവി പിടിച്ചിട്ട് സ്ക്രബ് ചെയ്യുക കേട്ടോ. ഈ സ്ക്രബ് എന്നല്ല, ഏത് സ്ക്രബ് ചെയ്താലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫേസ് നന്നായിട്ട് ആവി കൊടുക്കുക. നോസിൻ്റെ ഏരിയാസൊക്കെ നന്നായിട്ട് ആവി കൊടുക്കുക. ഒരു 2-3 minutes നന്നായിട്ട് ആവി കൊടുക്കുക. എന്നിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പം കിഡിലായിട്ട് നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആകും കേട്ടോ. സോ അതൊന്ന് നിങ്ങളൊന്ന് ട്രൈ, ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ആവുകയും ചെയ്യും. ഭയങ്കര നോസൊക്കെ ഭയങ്കര ഷൈനിങ് ആയിട്ടിരിക്കും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയിട്ട്. സോ അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു, ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു, നോസിൻ്റെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു മാസ്ക് അപ്ലൈ ചെയ്യാം. ഇതെന്ന് പറയുമ്പോൾ വന്യയുടെ തന്നെ
ഹെർബൽ ലക്ഷറി പൊമഗ്രാനേറ്റ് ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇതും പൊമഗ്രാനേറ്റ് ആണ്. ഞാനിവിടെ കാണിക്കുന്ന എല്ലാം പൊമഗ്രാനേറ്റ് റേഞ്ച് ഉള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് പല പല ഫ്ലേവേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അത് ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ പൊമഗ്രാനേറ്റ് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ 60 ഗ്രാമിൻ്റെ പ്രോഡക്റ്റ് ആണ്. 60 ഗ്രാമാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1295, അതായത് 1300 അറൗണ്ട് അതാണ് പ്രൈസ്. പക്ഷെ നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ഫേസ് മാസ്ക് എന്ന് പറയുമ്പോൾ ഓക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഫേസ് മാസ്ക്, ഒരുമാതിരി ജെല്ലി പോലെ. അപ്പം ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫേസ് മാസ്കിൻ്റെ ആ ഒരു ലെവലിൽ വരണില്ലല്ലോ. അത് കാരണം ആദ്യം എനിക്ക് അത് യൂസ് ചെയ്യാൻ തന്നെ ഒരുമാതിരി ആയിരുന്നു. എന്തോ ഇഷ്ടം, മീൻസ് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊള്ളാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഫേസ് പീൽ ഓഫ് മാസ്ക് ആയിരിക്കും എന്നാണ്. കാരണം അങ്ങനെയാണ് ഇത് ഡ്രൈ ആയാലും പീൽ ഓഫ് മാസ്ക് ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ അല്ല, നമ്മൾ തുടച്ചെടുത്താൽ മതി. ഓക്കെ, അതും സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒരു 20 മിനിറ്റ്സ് ഫേസിൽ അങ്ങനെ തന്നെ ഇട്ടേക്കുക. അതിനുശേഷം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഡ്രൈ ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ അറിയാം ഭയങ്കര ഗ്ലോയി ആയിട്ട് ഇരിപ്പുണ്ട്. ഡാർക്ക് സർക്കിൾസ് പോയിട്ടില്ല, കാരണം ഞാൻ കണ്ണിന് ചുറ്റും ഇട്ടിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള പാക്ക്, നിങ്ങൾ ഡാർക്ക് സർക്കിൾസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ട്. ആ വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫേഷ്യല്. ഒരു രണ്ട് പ്രോഡക്റ്റ് വെച്ചിട്ട് മാത്രം ചെയ്തപ്പോൾ തന്നെ ഇത്രയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക്. അപ്പോൾ അതിന് ശേഷം ഞാൻ വന്യയുടെ തന്നെ ഒരു പൊമഗ്രാനേറ്റ് ഫേസ് ക്രീം ഇടുകയാണ്. ആസ് എ മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീം ഏതാണെന്ന് വെച്ചാൽ അതിടാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതുള്ളത് കൊണ്ട് ഇത് ഇട്ടുന്നേ ഉള്ളൂ. നമ്മൾ എന്ത് ഫേഷ്യൽ ചെയ്താലും ഒരു സൺ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ലാസ്റ്റ് അപ്ലൈ ചെയ്യണം, നല്ലതാണ്. പുറത്തോട്ട് ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ മതി. പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇത് നൈറ്റ് ക്രീമായിട്ടും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണം എന്നുള്ളവർക്ക് നൈറ്റ് ക്രീമായിട്ടും യൂസ് ചെയ്യാം. നല്ലൊരു ക്രീമാണ്. മീൻസ് ഭയങ്കര സ്കിന്നിലോട്ട് പെട്ടെന്ന് ഇങ്ങനെ അബ്സോർബ് ആയി പോവും. പക്ഷെ ആ മോയ്സ്ചറായിട്ട് നമ്മളെ ഫേസിൽ കാണിക്കുകയും ചെയ്യും. മീൻസ് തൊടുമ്പോഴത്തേക്കും ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ടും ഇരിക്കും. ബട്ട് ആ ഒരു ചില മോയ്സ്ചറൈസർ ഇടുമ്പോൾ ഭയങ്കര ഓയിലി ആയിട്ട് തോന്നില്ല. പക്ഷെ അങ്ങനെയല്ല, നന്നായിട്ട് അബ്സോർബ് ആവുന്നതുകൊണ്ട് എന്നാൽ നമ്മൾ തൊടുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. സോ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഒരു കുഞ്ഞ് ഭയങ്കര ഹെർബൽ ലക്ഷറി ആയിട്ടുള്ളൊരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം, മേടിക്കേണ്ടെങ്കിൽ മേടിക്കേണ്ട കേട്ടോ. ഞാൻ ആരും ഫോഴ്സ് ഇല്ല ഇത് മേടിക്കണം എന്ന്. എനിക്കിഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കണേ. നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ മേടിക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കണുണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരെ മിസ്സാവാതെ കാണാൻ പറ്റും, ഉടനെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും